ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ലുലു ജസീർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്കുമായിട്ടാണ് ഞാൻ എത്തിയത്. നല്ല കിടുക്കാച്ചിയായിട്ടാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ തയ്യാറാക്കിയത് 4 സവാള വലുതാണ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. 10 പച്ചമുളകും 1 പീസ് ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 10 പച്ചമുളക് എടുത്തത്. പിന്നെ ഈ സ്നാക്കിന് നമുക്ക് വേണ്ടത് ചിക്കൻ പൊരിച്ചതാണ്. ഇത് ചിക്കൻ മുളകും ഉപ്പും മഞ്ഞയും ഇട്ട് പെരക്കി പൊരിച്ചെടുത്ത് അതിനെ ചിക്കി വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നു വേണ്ട, കൈ കൊണ്ട് ഉപയോഗിച്ച് തന്നെ നുള്ളി എടുത്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എത്രമാത്രം അതിന് തടിയുണ്ടെന്നുള്ളത്, അത്ര തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ സ്നാക്കിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. കറിവേപ്പിലയും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിട്ടില്ല, എന്തായാലും കുറച്ച് മല്ലിയില. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി ചേർത്തു. ഉള്ളി ചേർത്ത് നന്നായി വഴയട്ടെ കേട്ടോ. നന്നായിട്ട് തന്നെ സാധാ നമ്മൾ മസാല ഉണ്ടാക്കുന്ന പോലെ നന്നായി കാണാൻ പറ്റുന്നതാണ്. നന്നായിട്ട് തന്നെ വഴഞ്ഞു. അതിനുശേഷം നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ സ്മെല്ലൊക്കെ പോട്ടെ. പിന്നീട് അതിലേക്ക് ഇത്തിരി ഉപ്പ്, ഇത്തിരി മീൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടണേ, മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുരുമുളക്. ഞാനിപ്പോൾ എന്തായാലും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നേരത്തെ പച്ചമുളക് എടുത്തതാണ്. നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡിയായി. ഇനി നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴച്ചെടുക്കുക. ശേഷം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി അതിന് വേണ്ട മാവ് തയ്യാറാക്കാണ് വേണ്ടത്. നമ്മുടെ ഫില്ലിങ് റെഡിയായി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ കുതിർത്തി വെച്ച പുതുങ്ങൽ അരിയാണ് ഇത്. ഞാനിപ്പോൾ എടുത്തത് 10 അരിയാണ്. അതിലേക്ക് 1/2 കഷ്ണം ഉള്ളി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് 2 ഗ്ലാസ് അരിയാണ് ഞാൻ കുതിർത്തിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരവി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ച് തേങ്ങൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ടിട്ട് അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അരച്ചെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അത് എത്രമാത്രം തിക്കാണ് എന്നുള്ളത്. വെള്ളമേ ഇല്ല. അപ്പോൾ ഗൈസ്, എൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മൊത്തം അരച്ചെടുത്തു. ഇനി നമുക്കതിനെ ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ കായടൻ്റെ ഷേപ്പില്ലേ, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു ബോൾ രൂപത്തിലെടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തിയതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് അതിനെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നോമ്പൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളെന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം, മറക്കരുത്. കമൻറ്റ് ചെയ്യണം എന്തായാലും.
വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് ഷേപ്പാക്കി എടുക്കേണ്ടത് എന്നുള്ളത്. ഇത് പൊട്ടുമോ ഒട്ടിപ്പിടിക്കോ ഒന്നും ചെയ്യില്ല, യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ് നോക്ക്, ഞാൻ എൻ്റെ എല്ലാ അരിമാവും ഒക്കെ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീമറിലേക്ക് മാറ്റാം. സ്റ്റീമറിലേക്ക് മാറ്റുമ്പോൾ ഞാൻ ഇടയിലായിട്ട് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഒട്ടിപ്പിടിക്കത്തേ ഇല്ല, ടെൻഷൻ വേണ്ട. സ്റ്റീമറിൽ നിന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക, ഒരു 10 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ കൃത്യമായിട്ട് വേവിക്കുക. അതിനുശേഷം തുറന്നു വെക്കുക. റെഡി. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു കൂട്ടും കൂടി ഇതിനാവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അത്യാവശ്യം വെള്ളവും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ബാറ്റർ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നല്ല തിക്കാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇനി ആവശ്യം ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നോക്കി നമുക്ക് ഒഴിക്കാം, ഒരുപാട് എടുത്ത് ഒഴിക്കരുത്. നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ ഓരോ അടയും എടുത്ത് മുക്കുക. അത് പൊതിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഓരോ അടയും എടുത്ത് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഇത്തിരി സെക്കൻഡ് കഴിഞ്ഞാൽ വേഗം മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ വശവും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ അങ്ങനെ എല്ലാ അടയും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈൻ്റെ അവസാന സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സ്നാക്ക് റെഡി ആയിക്കഴിഞ്ഞു. ചിക്കൻ അട റെഡി. ഞാൻ ചിക്കൻ അട ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്